H4 ഹെൽപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും വളരെ പ്രധാനപ്പെട്ട രേഖയായ ആധാർ കാർഡിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക. ഇന്ന് ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയായി മാറിയിരിക്കുകയാണ് ആധാർ കാർഡ്. എന്തൊരു കാര്യത്തിനും ചെന്നാലും ആധാർ കാർഡ് നിർബന്ധമാണ്. അതുകൂടാതെ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട രേഖകളും ഇന്ന് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ വിവരങ്ങൾ തെറ്റുകുറ്റം ഇല്ലാത്തതും കൃത്യതയാർന്നതും ആയിരിക്കണം. ഈയൊരു സാഹചര്യത്തിലാണ് ആധാർ അതോറിറ്റി ഓഫ് ഇന്ത്യ എല്ലാ ഗുണഭോക്താക്കളോടും തങ്ങളുടെ ആധാർ കാർഡിലെ തെറ്റുകുറ്റങ്ങൾ തിരുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം തന്നെ ആധാറുമായി കണക്റ്റഡ് ആണ്. ഉദാഹരണത്തിന് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ റേഷൻ കാർഡ്, അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമായി പറഞ്ഞത് ഗ്യാസിൻ്റെ കണക്ഷനും ആധാർ കാർഡ് തമ്മിൽ ബന്ധിപ്പിക്കണമെന്നാണ്. ഇതുകൂടാതെ പാൻ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങി നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രധാന രേഖകളും ആധാറുമായി കണക്റ്റഡ് ആണ്. ഈ സാഹചര്യത്തിൽ എല്ലാവരും നിങ്ങളുടെ ആധാറിലെ തെറ്റുകുറ്റങ്ങൾ തീർക്കാൻ എത്രയും വേഗം ശ്രമിക്കുക. സെപ്റ്റംബർ 14 ആധാർ കാർഡിലെ തെറ്റുകുറ്റങ്ങൾ സൗജന്യമായി പുതുക്കുന്നതിനുള്ള അവസാന തീയതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ആധാർ കാർഡിലെ തെറ്റുകുറ്റങ്ങൾ സ്വന്തമായി തിരുത്തുന്നതിനാണ് സൗജന്യം. അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ സെൻ്ററുകളിലോ പോയി തിരുത്തുന്നത് സൗജന്യമല്ല. എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനു മുമ്പും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആധാർ കാർഡിലെ നമ്മുടെ ഐറിഷ്, അതായത് കണ്ണിൻ്റെ രേഖ, അതുപോലെ തന്നെ കൈയുടെ രേഖ, കൂടാതെ ഫോട്ടോ, ഇവയൊന്നും ഇപ്പോൾ തിരുത്തേണ്ട ആവശ്യമില്ല. പ്രധാനമായും നമ്മളുടെ പേരും അതുപോലെ തന്നെ അഡ്രസ്സും കൂടാതെ ഡേറ്റ് ഓഫ് ബർത്ത്, ഈ 3 കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആണ് തിരുത്തേണ്ടത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവ കറക്റ്റായിട്ടുള്ള തീയതി തെളിയിക്കുന്നതിനുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഇത് ഏതൊരു വ്യക്തിക്കും സ്വന്തമായി നമ്മുടെ ഫോണിലൂടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെയോ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ സെൻ്ററുകളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയി പുതുക്കുകയാണെങ്കിൽ അവർക്ക് 50 രൂപ ഫീസ് നൽകേണ്ടതാണ്. ഓരോ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് 50 രൂപയാണ് ഫീസ്. ഈ സാഹചര്യത്തിൽ വിവിധ അക്ഷയ കേന്ദ്രങ്ങൾ ആളുകളെ ചൂഷണം ചെയ്യുന്നതായുള്ള വിവരങ്ങൾ നമ്മുടെ ചാനലിൽ ഇതിനു മുൻപ് പങ്കുവച്ചിട്ടുണ്ട്. പേരും അഡ്രസ്സും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും മറ്റും അപ്ഡേറ്റ് ചെയ്യാൻ ചെല്ലുന്ന ആളുകളെ കൊണ്ട് നിർബന്ധിച്ച് കൈയുടെ രേഖയും കണ്ണിൻ്റെ രേഖയും അതുപോലെ ഫോട്ടോയും ഒക്കെ മാറ്റുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് ആധാർ അതോറിറ്റി തന്നെ മുൻപ് വിശദമാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ സെൻ്ററുകളിലോ ആധാർ പുതുക്കുന്നതിന് വേണ്ടി ചെല്ലുമ്പോൾ ഇത് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ പറയുക, ഞങ്ങൾക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ പേര് അതുപോലെ തന്നെ അഡ്രസ്സ് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകിയിട്ടില്ല എങ്കിൽ ഇതും 3 ചെയ്താൽ മതി എന്ന് നിർബന്ധപൂർവ്വം നിങ്ങൾ പറയുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അഥവാ മാറ്റണമെങ്കിൽ, നിങ്ങളുടെ ഭംഗിയുള്ള ഒരു ഫോട്ടോ ആധാർ കാർഡിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോയും മാറ്റാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സൗജന്യമായി പുതുക്കേണ്ട അവസാന തീയതിയാണ് സെപ്റ്റംബർ 14. അതിനുശേഷവും ആധാർ കാർഡ് പുതുക്കാവുന്നതാണ്. ഇതുകൂടാതെ മറ്റൊരു കാര്യം വരുന്നത്, നിലവിൽ യാതൊരുവിധ തരത്തിലുള്ള ഫൈനുകളോ അല്ലെങ്കിൽ പെനാൽറ്റികളോ ആധാർ പുതുക്കലുമായി സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ മുൻകാലങ്ങളിൽ പാൻ കാർഡ് പുതുക്കുന്നതിന് ഇതുപോലെ പലതവണ സമയം നീട്ടി നൽകിയതിന് ശേഷം അവസാനം ഫൈൻ ഈടാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു സാഹചര്യം ആധാർ പുതുക്കുന്നതിൻ്റെ കാര്യത്തിലും വന്നേക്കാം. ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫൈനുകൾ സർക്കാർ കൊണ്ടുവന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫൈനോ അതുപോലത്തെ കാര്യങ്ങളോ കൊണ്ടുവരുന്നതിന് മുൻപായി തന്നെ എല്ലാവരും നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുക. ഈ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.